സച്ചിനിലേക്ക് പോവുകയാണ്. സച്ചിൻ വിലാപയാത്രയ്ക്കൊപ്പമുണ്ട്. സച്ചിൻ അതാ വീടിനടുത്ത് എത്തിയിരിക്കുന്നു വിലാപയാത്ര. പ്രിയ, തീർച്ചയായും ഒരു 100 മീറ്റർ ദൈർഘ്യം മാത്രമേ ഇനി വീട്ടിലേക്കുള്ളൂ. കാരണം വീടിൻ്റെ തൊട്ടടുത്ത റോഡിലേക്ക് വിലാപയാത്ര പ്രവേശിച്ചിരിക്കുകയാണ്. ഈ വിലാപയാത്രയിൽ മന്ത്രി AK ശശീന്ദ്രൻ അടക്കമുള്ള ആളുകൾ ഈ വിലാപയാത്രയെ അനുഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. നിരവധി ആളുകൾ ഈ വിലാപയാത്രക്കൊപ്പമുണ്ട്. ഒരു വൈകാരികപരമായി തന്നെയാണ് കണ്ണാടിക്കലിലെ ടൗണ് മുതൽ ഇപ്പോൾ വിലാപയാത്ര അർജുൻ്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾ ഈ വിലാപയാത്രക്കൊപ്പം കണ്ണാടിക്കൽ മുതൽ വീട്ടിലേക്കുള്ള യാത്രയിൽ മുഴുവൻ സമയവുമുണ്ട്. അത്രയും വലിയൊരു പ്രിയപ്പെട്ടവനായിരുന്നു അർജുൻ എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനാൽ തന്നെ അർജുനെ ഒരു നോക്ക് കാണാനും അതുപോലെ തന്നെ അർജുനെ യാത്ര അയക്കാനും വേണ്ടി നിരവധി ആളുകൾ ഈ വിലാപയാത്രയിലും ഒപ്പം ചേരുന്നു എന്നത് തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ വീട്ടിലേക്ക് സംസ്കാര ചടങ്ങുകളടക്കം ഇനി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ക്രമീകരണങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. മന്ത്രി AK ശശീന്ദ്രൻ ഇന്ന് പുലർച്ചെ മുതൽ മന്ത്രി ഈ വിലാപയാത്രക്കൊപ്പമുണ്ട്. അർജുൻ്റെ മൃതദേഹം കോഴിക്കോട് ജില്ലാ അതിർത്തിയായ അഴിയൂരിൽ വെച്ച് മന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഏറ്റുവാങ്ങിയത്. മന്ത്രി പുലർച്ചെ മുതൽ തന്നെ മന്ത്രി അർജുൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങുന്നതും അതുപോലെ തന്നെ വിലാപയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട്. അതുപോലെ തന്നെ ഈ കർണാടകയിൽ നേരിട്ട് സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ, ഇന്ന് 5 മണിയോടുകൂടി വിലാപയാത്ര തുടങ്ങിയില്ലേ, ഏറ്റുവാങ്ങിയിട്ട്? അത് ഇന്ന് അഴിയൂരിൽ വെച്ച് ഞാനും ബഹുമാനപ്പെട്ട MLA-മാരായ തോട്ടത്തിൽ രവീന്ദ്രനും KK രവിയും ജില്ലാ കളക്ടറും ഉൾപ്പെടുന്ന ഒരു സംഘമാണ് അവിടെ ചെന്ന് മൃതദേഹം ഏറ്റുവാങ്ങിയത്. 74 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ദുഃഖം അവസാനിച്ചിട്ടില്ലെങ്കിലും ആശ്വാസകരമായ ഒരു പരിസമാപ്തി ഉണ്ടായിരിക്കുന്നത്. ഈ കുടുംബത്തോട് ഗവൺമെൻറ്റുകൾക്കുള്ള കർണാടക ഗവൺമെൻറ്റിനും കേരള ഗവൺമെൻറ്റിനോടുള്ള അവരുടെ അകമഴിഞ്ഞ സ്നേഹത്തിൻ്റെ ഫലമായിട്ടാണ്, അവരുടെ കൂടി മുൻകൈ എടുത്തുകൊണ്ടുള്ള പ്രവർത്തനത്തിനാണ് ഇവിടെ നേതൃത്വം നൽകിയത്. കേരള മുഖ്യമന്ത്രി ഒന്നിലധികം തവണ കർണാടക മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെടുകയും ഉദ്യോഗസ്ഥന്മാർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. ഞങ്ങളവിടെ ചെന്നപ്പോൾ കർണാടക MLA പറഞ്ഞ ഒരു പ്രവർത്തനത്തിനൊരു ഏകോപനം ഉണ്ടാവുകയും ആ ഏകോപനത്തിലൂടെ ചിട്ടയോടുകൂടിയ പ്രവർത്തനങ്ങൾക്ക് വേഗത വർദ്ധിക്കുകയും ചെയ്തു. എന്നാൽ പ്രതികൂല കാലാവസ്ഥ തെരച്ചിലിനെ സാരമായി ബാധിച്ചതിൻ്റെ ഫലമായി നീണ്ടുപോയി. എന്നാലും ഏറ്റവും ഒടുവിൽ നടത്തിയ പരീക്ഷണത്തിൽ ഇങ്ങനെയൊരു ഫലസമാപ്തിയിലെത്താൻ ഇടയായതിൽ നമുക്കെല്ലാം ആശ്വാസമുള്ളത്. അതിന് ബന്ധപ്പെട്ട എല്ലാവരോടും, പ്രത്യേകിച്ച് കർണാടക MLA സതീഷിനോട് നമ്മളെല്ലാം കടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സവിശേഷമായ താല്പര്യം മുൻകൈ ഈ കാര്യത്തിൽ വലിയ സഹായമാണ് നമുക്കെല്ലാം കിട്ടിയിട്ടുള്ളത്. ഈശ്വർ മാൽപ്പം നീന്തൽ വിദഗ്ധൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ അസാമാന്യമായ കഴിവ്, പ്രതികൂല കാലാവസ്ഥയെ മറികടന്നുകൊണ്ട് തന്നെ വകവെക്കാതെ തന്നെ നടത്തിയ അസാമാന്യമായ ധീരത എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. അദ്ദേഹമാണ് അർജുൻ്റെ അമ്മയോട് ഞാൻ നിങ്ങൾക്ക് അർജുനെ ഇവിടെ കാണിച്ചു തരുമെന്ന് പറഞ്ഞത്. അത് യാഥാർത്ഥ്യമാകുന്നത് അതിലും വലിയ ഒരു കൃതാർത്ഥത അദ്ദേഹത്തിനുണ്ടാകാനിടയില്ല. അപ്പോൾ മനുഷ്യൻ്റെ സ്നേഹവും മനുഷ്യനോടുള്ള പ്രതിബദ്ധതയും മറനീക്കി രംഗത്ത് വന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതോടൊപ്പം ഒരു നാടിൻ്റെ സ്നേഹമാകെ കണ്ണീർ ചാലുകളായി ഒഴുകുകയാണ്. അത്തരത്തിലുള്ള വികാരനിർഭരമായ കാഴ്ചയാണ് നാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയൊരു ജനക്കൂട്ടം ഇവിടെ എത്തിയിട്ടുണ്ടോ? അതൊരു ഒരു അത്ഭുത കാഴ്ചയല്ലേ അത്. ഇത്രയേറെ ജനങ്ങൾ പ്രാദേശിക മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകന് കാണാനും അന്തിമാഭിവാദ്യങ്ങൾ എത്തുക എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ സമൂഹത്തിൽ നൽകിയ സ്നേഹത്തിൻ്റെ ആഴമാണെന്ന് കാണിക്കേണ്ടത്. ആ ചെറുപ്പക്കാരനെ നാട് ഇത്രയേറെ സ്നേഹിച്ചു എന്നതിൻ്റെ ലക്ഷണം കൂടിയല്ലേ അത്. അങ്ങനെയുള്ള മാതൃക ചെറുപ്പക്കാരാണ് നമ്മുടെ നാട്ടിന് ആവശ്യം.
തീർച്ചയായും പ്രിയ മിനിസ്റ്റർ ഇപ്പം വ്യക്തമാക്കിയതുപോലെ തന്നെ ഒരു നാട്ടിൻ്റെ പ്രിയപ്പെട്ടവനായി അർജുൻ മാറി എന്നതിൽ സംശയമില്ല. അതിൻ്റെ ഒരു നേർസാക്ഷ്യമാണ് ഇത്രയും വലിയൊരു ജനക്കൂട്ടം തന്നെ ഇപ്പോൾ അർജുൻ്റെ മൃതദേഹം വഹിച്ചുള്ള വിലാപയാത്രയിലും പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത്. അവസാനമായിട്ട് ഒരു നോക്ക് കാണാനും അതുപോലെ തന്നെ അർജുനെ യാത്ര അയക്കാനും വേണ്ടി ഈ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അത്തരത്തിൽ ഒരു വലിയ കാഴ്ച തന്നെ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഈ വിലാപയാത്രയിലുള്ള ആളുകളെ കൂടാതെ വീടിന് പരിസരത്ത് ഇരുവശങ്ങളിലുമായി നിരവധി പേർ നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണിച്ചിരുന്നു. അത്തരത്തിൽ ഒരു തീരാ നോവായി അർജുൻ മാറി എന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവൻ ആയി ഈ കണ്ണാടിക്കൽ സ്വദേശിയായുള്ള അർജുൻ മാറി. കണ്ണാടിക്കൽ മാത്രം കണ്ണാടിക്കൽക്കാരുടെ സ്വന്തമായിരുന്ന അർജുൻ ഇപ്പോൾ കേരളത്തിൻ്റെ കൂടെ പ്രിയപ്പെട്ടവനായി മാറിയിരിക്കുകയാണ്. ഇന്ന് പുലർച്ചയോടുകൂടെ മന്ത്രി എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കിയതുപോലെ മന്ത്രിയുടെ നേതൃത്വത്തിൽ MLA-മാരടക്കം ഉള്ള ആളുകൾ ചേർന്നാണ് ഈ കോഴിക്കോട് ജില്ലാ അതിർത്തിയായ അഴിയൂരിൽ വെച്ച് മൃതദേഹം ഏറ്റുവാങ്ങിയത്. അതിനുശേഷം നിരവധി ആളുകൾ ഓരോ ഭാഗങ്ങളിലും കോഴിക്കോട് ജില്ലയുടെ ഓരോ ഭാഗങ്ങളിലും അർജുനെ ഒരു നോക്ക് കാണാൻ വേണ്ടി ആംബുലൻസിന് പുഷ്പവൃഷ്ടി അടക്കം നടത്തിക്കൊണ്ടാണ് വിലാപയാത്ര ഇപ്പോൾ അർജുൻ്റെ വീടിന് തൊട്ടടുത്ത് എത്തിയിരിക്കുന്നത്. ഇനി വീട്ടിൽ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം ഉച്ചയോടുകൂടെ സംസ്കരിക്കും എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ തന്നെ സംസ്കരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ഇത്തരം ഒരു പൊതുദർശനം അടക്കം നിരവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുള്ളതിനാൽ പൊതുദർശനം അടക്കം കഴിഞ്ഞ് മൃതദേഹം സംസ്കരിക്കാൻ എന്തായാലും ഏറെ സമയം എടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ജില്ലയുടെയും അതുപോലെ തന്നെ മറ്റ് ജില്ലയുടെയും വിവിധ ആളുകൾ വലിയ രീതിയിലുള്ളൊരു പിന്തുണ തന്നെ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോട് നോർത്ത് MLA തോട്ടത്തിൽ രവീന്ദ്രൻ നമുക്കൊപ്പമുണ്ട്. മന്ത്രിക്കൊപ്പം ഇന്ന് രാവിലെ മൃതദേഹം ഏറ്റുവാങ്ങാൻ അഴിയൂരിൽ പോയിരുന്നു. വലിയൊരു ജനക്കൂട്ടം നമുക്ക് ഒരു സ്ഥലത്തും പ്രതീക്ഷിക്കാവുന്നതിനപ്പുറത്തുള്ളൊരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. അത്രയും ആളുകൾ അർജുനെ സ്നേഹിക്കുന്നു. അർജുൻ്റെ ഒരുപാട് കാലത്തെ പ്രവർത്തനങ്ങൾ ഒക്കെ ആളുകളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടല്ല പറഞ്ഞ വലിയ നാട്ടിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അർജുൻ സജീവമായിരുന്നു. വളരെ സജീവമായിട്ടുള്ള എല്ലാത്തിലും ഇടപെടുന്ന ഒരാൾ. തൻ്റെ ജോലി കഴിഞ്ഞാൽ ഉടനടി പിന്നീട് ഇത്തരം സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ വളരെ ശക്തമായിട്ട് പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരാൾ. അതാണ് ഈ കാണുന്നത്. കാരണം ഒരു വീട്ടുകാരനിൽ ഒഴിഞ്ഞു നിൽക്കുന്നില്ല. അങ്ങനെ കേരളത്തിലൊട്ടുള്ള മിക്ക ആളുകളും അറിയാത്ത ആളുകൾ പോലും അർജുന് മനസ്സിൽ നിന്ന് മാറ്റാൻ കഴിയുന്നില്ല എന്നുള്ളൊരു വസ്തുത നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പുലർച്ചെ മുതൽ ഈ മലപ്പുറത്തുനിന്ന് അടക്കം ആളുകൾ ഇവിടെ നാട് മുഴുവൻ എവിടെ നിന്നൊക്കെയോ ആളുകൾ വന്നിരിക്കുന്നു. ചിന്തിക്കാൻ തന്നെ പറ്റുന്നില്ല. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു സ്വീകാര്യത അർജുന് കിട്ടുന്നുണ്ട് എന്ന കാര്യത്തിൽ തന്നെയാണ് എല്ലാവരും വ്യക്തമാക്കിയിട്ടുള്ളത്. നമ്മുടെ കർണാടകയിലെ MLA സതീഷ് സാർ അടക്കം ഇപ്പോൾ അർജുൻ്റെ മൃതദേഹം വഹിച്ചുള്ള യാത്രയിൽ മുഴുവൻ സമയവും കൂടെയുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അർജുൻ അവസാനമായി വീട്ടിലേക്ക് വരികയാണ്.